സിനിമയായിരുന്നു. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ. ആദ്യം മുതൽ അവസാനം വരെ കുഞ്ചാക്കോ ബോബന്റെ ഒരു സിംഗിൾ പെർഫോമൻസ് ആണ്. സിനിമ നമുക്ക് ഒരിക്കലും ഒരു മിനിറ്റ് പോലും ബോറടിക്കത്തില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കുഞ്ചാക്കോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ മസ്റ്റ് വാച്ചിങ്, ഫാമിലി വാച്ചിങ് സിനിമയാണ്. പടം കൊള്ളായിരുന്നു ബ്രോ, നല്ല പടമായിരുന്നു. പിന്നെ നല്ല ത്രില്ലറും എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു പടമാണ്. പിന്നെ ചാക്കോച്ചിന് 2025 തന്നെ കംബാക്ക് നല്ല പടമായിരുന്നു. പിന്നെ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ്, ക്യാമറ ഡയറക്ഷൻ അങ്ങനെയൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ കൊള്ളാം. ആക്ഷനൊക്കെ നല്ല ക്ലൈമാക്സിന് നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നല്ല കിടിലോ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ ഒരു മിഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പറാണ്. വില്ലന്മാരൊക്കെ ഒപ്പും അവരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ പോലീസ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഇതാണ്. ഇതുവരെ പുള്ളി ചെയ്തിരിക്കുന്ന പോലീസ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് ഇതാണ്. പടത്തിന്റെ എഡിറ്റിങ്ങും അതുപോലെ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസുമാണ് എടുത്തു പറയേണ്ടത്. തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സിനിമയാണ്, ഒരു മസ്റ്റ് വാച്ച് പടം, നല്ല പടം. സിനിമ കിടിലമാണ്. നമ്മളെ 5-ാം പാതിരയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബന്റെ ഒരു കംബാക്ക്, അതേ പറഞ്ഞ അത്രേ ഉള്ളൂ. പിന്നെ ത്രില്ലിംഗ് ആണ്. പിന്നെ ഫാമിലി ഓഡീസിന് കാണാൻ പറ്റിയാണ്. ഫുള്ള് നമ്മൾ ഈ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചും ഫാമിലി ഓഡീസ് എന്തായാലും കാണേണ്ട സിനിമയാണ്. ത്രില്ലറാണ്, നമുക്ക് സിനിമയിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നൂല. കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള റോളാണ്. നന്നായിട്ടുണ്ട്. എല്ലാം കണക്ട് ആവുന്നുണ്ട്. നമുക്ക് ഒരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു കുറ്റാന്വേഷണം ആണെങ്കിൽ അതിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. നന്നായി കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഡ്രഗ്സിന്റെ ഒരു ഉപയോഗം അത് നന്നായിട്ട് അവര് എനിക്ക് വേണ്ടത് കുട്ടികൾ കണ്ടിരിക്കണം ഇതൊന്നും തോന്നുന്നു. വലിയ വയലൻസ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കഥ, നന്നായിട്ട്. ഇതൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ത്രില്ലറാണ്. 5-ാം പാതിര നമുക്കിങ്ങനെ മോമെന്റ്സ് എപ്പോഴും ക്രിയേറ്റ് ആവുന്നതല്ലേ. ഇതിൽ ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എതിരെ നിൽക്കുന്ന ആളെ അടിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ശരി അടിച്ചതിൽ അങ്ങനെ തോന്നി. ഇപ്പോഴത്തെ സമൂഹത്തിന് തുറന്നു കാട്ടുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പോഴത്തെ കോളേജ് പിള്ളേരും മറ്റുള്ളവരും ഒക്കെ കാണുന്നത് തന്നെയാണ് നല്ലത്. യുവാക്കളും പ്രത്യേകിച്ച് യുവതികളും കാണുന്നതാണ് നല്ലത്. അവരെ എഴുതെത്തിക്കുന്ന രീതിയും അതിന്റെ ചരസ്വതും നല്ല പടം, നന്നായിരുന്നു. ചാക്കോച്ചൻ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. പക്ഷെ അത് കൂടുതൽ യുവാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാണണം. കോളേജുകളിലും അതുപോലെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെയും തീർച്ചയായും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പിള്ളേരായാലും വഴിതെറ്റി അങ്ങും ഇങ്ങുമൊക്കെ എവിടെയൊന്നൊന്നുമില്ല. ഏത് രീതിക്ക് രക്ഷാകർത്താക്കളുടെ കയ്യിലെന്നങ്ങ് പറന്നു പോവുകയാണ്. അവർ ഇത് പെട്ടുപോവുകയാണ്. അതവർ കണ്ടിരിക്കണം. അത് പറയാൻ പറ്റില്ല. സമൂഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വലിയ ഇതൊന്നുമില്ല. എല്ലാം തത്സമയം ജീവിക്കുക. നാളത്തേക്ക് ഭാവി എന്നുള്ളത് വിദ്യാഭ്യാസം ഒന്നും നോക്കുന്നില്ല. തൽക്കാലം ആസ്വദിച്ചങ്ങ് ജീവിക്കുക. ഇതാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ കയ്യിലുള്ളത്. അതാണ് വഴിതെറ്റ് പോകാൻ കാരണം. പിന്നെ അവർ നോക്കുന്നില്ല. പോയിട്ട് പണ്ടൊക്കെ അവരുടെ ചാരിത്രം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പൊ ചാരിത്രത്തിലൊന്നും പിള്ളേർക്ക് വിശ്വാസമില്ല. അതൊരു തമാശ പോലെയാണ്. ഇപ്പൊ അതിലൊന്നുമില്ല. അതിന് മറ്റുള്ളവർ തന്നെ ഇപ്പൊ പറയുന്ന വെല്ലുരാജ്യത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എളുപ്പം ധരിക്കാതെ നോക്കണമെന്നുള്ള മാത്രമാണ്. അപ്പൊ ഈ സെക്സ് എന്ന് പറയുന്നത് അങ്ങ് ആസ്വദിക്കാൻ വേണ്ടി അതിലും കൂടെ ലഹരി കൂടെ ആകുമ്പോൾ ഇവരങ്ങ് അതിൽ പെട്ടുപോകുന്നു.